മണിപ്പൂരിലെ വംശീയ വിഭാഗത്തിന്റെ നേതാവായ അരംബായ് ടെങ്കോളിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പുതിയ അക്രമങ്ങൾക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുകയാണ്. രോഷാകുലരായ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി, ടയറുകൾ കത്തിച്ചു, വാഹനങ്ങൾ കത്തിച്ചു, തലയിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അധികാരികൾ ഇന്റർനെറ്റ്, VPN, മെസ്സേജിംഗ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. 5 ജില്ലകളിൽ നിരോധനാജ്ഞയും ഏർപ്പെടുത്തി. ബിഷ്ണുപൂർ ജില്ലയിൽ ജില്ലാ മജിസ്ട്രേറ്റ് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി അക്രമ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സംസ്ഥാനത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഈ വർഷം ആദ്യം ഫെബ്രുവരിയിൽ അന്നത്തെ മുഖ്യമന്ത്രി N. ബീരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു. മണിപ്പൂരിനെ പിടിച്ചുകുലുക്കിയ അക്രമത്തിന് മണിക്കൂറുകൾക്ക് ശേഷം സംസ്ഥാനത്ത് നിന്ന് വരുന്ന ദൃശ്യങ്ങളിൽ കാറുകൾ, ബസ്സുകൾ, ഫർണിച്ചറുകൾ, ബൈക്കുകൾ എന്നിവ കത്തിച്ചതായി കാണിക്കുന്നു. പ്രചരിക്കുന്ന വീഡിയോകളിലൊന്നിൽ ചില യുവാക്കൾ തലയിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കാണാം. ശനിയാഴ്ച രാത്രി അരംബായി ടെങ്കോളിന്റെ അറസ്റ്റ് വാർത്ത പരന്നതോടെ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. ടെങ്കോളിനെ മോചിപ്പിക്കാൻ അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി നാട്ടുകാർ വിവിധ സ്ഥലങ്ങളിൽ തടിച്ചുകൂടി, വാഹനങ്ങൾ കത്തിക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. മുൻകരുതലിന്റെ ഭാഗമായി ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൗബൽ, ബിഷ്ണുപൂർ, കാക്ചിങ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി ഇംഫാലിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാർ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ ഗുറൈ ലാംലോങ്ങിൽ ഒരു ജനക്കൂട്ടം ബസ് കത്തിച്ചതായും അവർ കൂട്ടിച്ചേർത്തു.